ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ടൂർ പോകാൻ പോവാണ്. ഹാപ്പി ലാൻഡ്. എവിടെ പോണേ? ഹാപ്പി ലാൻഡ്. ഈ മഴയത്താ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് ഫാമിലി. അപ്പോൾ മോള് പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് ഹാപ്പി ലാൻഡിലേക്കാണല്ലോ യാത്ര. എൻ്റെ മോളുടെ മാത്ര 2-3 വർഷത്തെ ആഗ്രഹ സഫലീകരണമാണെന്ന് നടക്കാൻ പോണത്. കാരണം അവൾ LKG ടൈമിലേ പറയാൻ തുടങ്ങിയതായിരുന്നു ഹാപ്പി ലാൻഡിൽ പോകണമെന്നുള്ളത്. അവൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സന്തോഷം അവൾക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഹാപ്പി ലാൻഡിൽ എത്തിയിട്ട് നമുക്ക് കാണാം. അയ്യോ, ഇത് കണ്ട എത്തിയതാ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴ. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല. കാത്തിരുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഴ. പക്ഷേ മഴയൊന്നും വകവയ്ക്കാതെ ഇവിടെ നിറയെ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. കാറുകളിലായാലും ടൂറിസ്റ്റ് ബസ്സുകളിലായാലും ഒക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ കാറിനകത്തിരുന്നിട്ട് കുടയും പിടിച്ച് പുറത്തോട്ട് ഇറങ്ങി അവളെ സന്തോഷം കണ്ട. അവളെ എത്ര നാളത്തെ ആഗ്രഹം എന്നറിയോ, വർഷങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് നടക്കുന്നത്. എന്നാലും മഴയൊന്നും കാര്യമാക്കുന്നു. ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. പക്ഷേ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. കാരണം മഴയായതുകൊണ്ട് തന്നെ അങ്ങോട്ട് നീങ്ങി നിന്നൊന്നും എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എന്നാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. ആദ്യം നമ്മൾ കയറിയത് 5D തിയേറ്ററിൽ ആണ് കയറിയത്. പക്ഷേ കയറി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ എവിടെ നിന്ന് എന്നെ പിടിക്കാനാ, ഞാൻ ആരെ പിടിക്കട്ടെ, എൻ്റെ മക്കളെ എങ്ങനെ പിടിക്കട്ടെ എന്ന് കരുതിയൊക്കെയാണ് ഇരുന്നത്. പിന്നെ അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ മിറർ ഹൗസിലോട്ടാണ് കയറിയത്. ബാക്കി നമുക്ക് കാണാം. മിറർ ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗോസ്റ്റ് ഹൗസിലോട്ടാണ്.
അത് കഴിഞ്ഞ് നേരെ പോയത് ജംഗിൾ വില്ലയിലേക്ക്. അവിടെയും കുറച്ച് പേടിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് പോയത്. അതുകൊണ്ട് അധികം ഒന്നും പേടിച്ചില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ പേടിച്ചു. നമ്മള് മാത്രമേ ഉള്ളൂ, ഒന്നും കാണാൻ പറ്റില്ല. ലൈറ്റുണ്ട്, ലൈറ്റുണ്ട്. വരണോ വരണോ പാമ്പ് കണ്ട സൂക്ഷിച്ച് വയ്ക്കോ, എന്തെങ്കിലുമൊക്കെ കാണും. അവിടെ എന്തോ ഉണ്ട് കേട്ടോ, അതാണ് അവിടെ ലൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാർ റേസിങ്ങിനാണ് കയറിയത്. ഞാനും ചേട്ടനും ഒരു കാറിലും പിള്ളേർ രണ്ടും വേറൊരു കാറിലായിട്ടാണ് കയറിയത്. കാറ് ചേട്ടനാണ് ഓടിച്ചത്, എനിക്ക് പേടി എല്ലാത്തിലും. അമ്മു 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 ഉണ്ടോ, ബെറ്റുണ്ടോ? അല്ല ഡ്രൈവിംഗ് സീറ്റില് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. വെള്ളത്തിൽ എന്തായാലും ഉച്ചയ്ക്ക് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ, ഇല്ലെങ്കിൽ നനയോടുകൂടി ഓരോന്നിലും കയറേണ്ടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വേണ്ട ഈ ഊഞ്ഞാൽ കണ്ട് എൻ്റെ പൊന്നും, അത് കണ്ടപ്പോഴേ തീരുമാനിച്ച് അതിൽ കയറുന്നില്ല എന്ന്. അതിലിരിക്കുന്നവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് സങ്കടം വന്നു. കാരണം ഇത് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നെങ്കിലും അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അതിൽ കയറുന്ന പരിപാടിയില്ല, അതിലിരിക്കുന്നവരൊക്കെ വാള് വെച്ചാണ്. ആ അവസ്ഥ കുറേ നേരം കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, കഷ്ടം. അടുത്ത
എന്നിട്ട് നമ്മളിതാ ഈ റൈഡിലോട്ടാണ്. ഞാനും ചേട്ടനും കയറിയില്ല, പിള്ളേരെ അങ്ങോട്ട് കയറ്റി വിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവർ രണ്ടുപേരാണ് ഇതിലോട്ട് കയറുന്നത്. അല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കിഡ്സ് പാർക്കിലോട്ടാണ്. അപ്പോൾ അവിടെ നല്ല വെറൈറ്റി റൈഡുകളാണ്, കുട്ടികൾക്കുള്ളതാണ്. 10 വയസ്സ് വരെ അങ്ങനെ എന്തോ ആണ് അവിടെ എല്ലാ റൈഡിലും കയറാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്താ പറയുക, നല്ല അടിപൊളി. ഓരോ റൈഡുകൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് തന്നെ. സ്ലൈഡിങ് ആണെങ്കിലും എല്ലാം നല്ല വ്യത്യസ്തമായിട്ട് നല്ല അടിപൊളി വെറൈറ്റി രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടും. പിന്നെ അവിടെ നിറയെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനൊക്കെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ വേറെ ഇഷ്ടംപോലെ റൈഡുകളുണ്ട് കുട്ടികൾക്ക് കയറാനായിട്ട്. പിന്നെ മോളെ ഈ ജെയിൻ വീല് പോലത്തെ ഒരു കുഞ്ഞ് ജെയിൻ വീലില്ലേ, അതുപോലത്തെ ഒരെണ്ണത്തിൽ കയറ്റി. പിന്നെ തവള അങ്ങനെയുള്ള ചെറുതിലൊക്കെ കയറ്റി. നമുക്ക് കയറാൻ പറ്റില്ല, കുട്ടികൾക്ക്. അവൾക്ക് കയറാമോ? അവൾക്ക് കയറാമോ? അവൾക്ക് കയറാമോ? പിടിച്ചിരുന്നോ? ശരി. നിൽക്കാമോ? വെള്ളത്തിലായിരിക്കും വന്ന് ചാടി വീഴുന്നത്. വെള്ളത്തില് ഡ്രസ്സ് മൊത്തം നനയും. ഡ്രസ്സ് ഫുള്ള് നനയും. അതൊക്കെ പിടിച്ചു
ഒരു സീറ്റിൽ ഒരെണ്ണത്തിൽ 2 പേർക്ക് ഇരിക്കാനാ? ബാക്കിൽ ഫ്രണ്ടിലോ? ബാക്കിൽ ഫ്രണ്ടിലോ? ചാടൂ പിടിച്ചിരിക്കണേ. വന്ന് വീഴല്ലേ, വള്ളി തൂങ്ങിയാണ് കയറണേ. വീഴല്ലേ. ചിൽഡ്രൻസ് പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. അമ്മ വരെ ഇങ്ങോട്ട് മാറി. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അങ്ങോട്ട് തിരിഞ്ഞല്ലേ കയറാനുള്ളേ. പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 1:30 മണി കഴിഞ്ഞു. പിന്നെ കരുതി എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാം, ഇല്ലെങ്കിൽ നനഞ്ഞിട്ട് വന്നിരുന്ന് എങ്ങനെ കഴിക്കാൻ പറ്റും, അപ്പോൾ ഒത്തിരി ലേറ്റ് ആവില്ല, അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാനൊക്കെ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്ന് 2 ഊണും 2 ബിരിയാണിയൊക്കെയാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെള്ളത്തിലൊന്നും അവിടെയൊന്നും ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നോട്ടീസ് ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും 4:30 മണി കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഹാപ്പി ലാൻഡിൽ നിന്ന് തിരിച്ചു. എൻ്റെ മോളുടെ സന്തോഷം കണ്ട, അവിടെ എത്രയോ നാളത്തെ എത്ര വർഷത്തെ ആഗ്രഹം എന്നറിയാം. പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്നാണ് അല്ലേ. ഉടനെ നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? വെള്ളത്തിലുള്ളതാണ് കേട്ടോ. വെള്ളത്തിലുള്ള റൈഡുകളും എല്ലാം ഒത്തിരി എൻജോയ് ചെയ്ത റൈഡുകളാട്ടോ. താങ്ക് യു.